പൾമണോളജി ഒപിലെ സാധാരണ വരുന്ന ബ്രോങ്കിയൽ ആസ്മ പേഷ്യൻസിനുള്ള ഡൗട്ടാണ് ഏതൊക്കെയാണ് ബ്രോങ്കിയൽ ആസ്മയുടെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബ്രോങ്കിയൽ ആസ്മ കൂടുതലായിട്ട് വരുന്നത്. ബ്രോങ്കിയൽ ആസ്മയുടെ സിംറ്റംസ് ശ്രദ്ധിക്കേണ്ടത് ശ്വാസമുട്ടൽ, ചുമ, അതുപോലെ വീസിങ് വരാറുണ്ട്. അപ്പോൾ ബ്രോങ്കിയൽ ആസ്മ എപ്പോഴും ഫാമിലിയലായിട്ട്, അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിനാണ് കൂടുതൽ, അതായത് ജെനറ്റിക് കോസ് ആണ് ബ്രോങ്കിയൽ ആസ്മയ്ക്ക് വരുന്നത്. അപ്പോൾ ബ്രോങ്കിയൽ ആസ്മയുള്ള പേഷ്യൻസ് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രോങ്കിയൽ ആസ്മയ്ക്ക് കുറച്ച് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഏതൊക്കെ വസ്തുക്കളാണ് ബ്രോങ്കിയൽ ആസ്മയുടെ എപ്പിസോഡിനെ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പൊടി, തണുപ്പ്, പുക, ചിലവർക്ക് ചില പെർഫ്യൂമിൻ്റെ അല്ലെങ്കിൽ ചന്ദനത്തിരിയുടെ മണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില പൂവിൻ്റെ മണം, അല്ലെങ്കിൽ പൂവിൻ്റെ പോളൻ ഗ്രെയിൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രോങ്കിയൽ ആസ്മയുടെ കോമൺ ആയിട്ടുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ബ്രോങ്കിയൽ ആസ്മയുടെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എപ്പിസോഡ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ ബ്രോങ്കിയൽ ആസ്മ വൺസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രോങ്കോ ഡയലൈറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ചില സിവിയർ കേസസിൽ